നമസ്കാരം. കേരളത്തെ ഞെട്ടിച്ച മദ്യദുരന്തം അതായിരുന്നു കൊല്ലം ജില്ലയിലെ കല്ലുവാതുക്കലിൽ 2000 ഒക്ടോബർ 21-നുണ്ടായ മദ്യദുരന്തം. അന്നത്തെ നായനാർ സർക്കാരിനെ പിടിച്ചുകുലുക്കിയ ആ മദ്യദുരന്തത്തിൽ ഉയർന്നുകേട്ട ഒരു പേരായിരുന്നു കടകംപള്ളി സുരേന്ദ്രൻ്റേത്. 33 പേരുടെ ജീവനെടുത്ത ആ മദ്യദുരന്തത്തെക്കുറിച്ചുള്ള അന്വേഷണത്തിനിടയിൽ മണിച്ചൻ്റെ ഗോഡൌണിൽ നിന്ന് ആദായനികുതി വകുപ്പ് പിടിച്ചെടുത്ത ഡയറിയിലെ നേതാക്കളുടെ പേരുകൾ CPM-നെയും കേരള രാഷ്ട്രീയത്തെയും പിടിച്ചുലച്ചു വന്നു. ആ ആരോപണം നീണ്ടത് മുഖ്യമന്ത്രിയായിരുന്ന EK നായനാരുടെ ഓഫീസ് വരെയാണ്. കേസിലെ പ്രധാന പ്രതിയായ മണിച്ചൻ്റെ മാസപ്പടി പട്ടികയിൽ CPM ജില്ലാ സെക്രട്ടറിയും MLA-യും CPI MLA-യും അടക്കം ഉന്നതരുടെ ഒരു നിര തന്നെയുണ്ടായിരുന്നു. മണിച്ചൻ എന്ന വ്യാജ അബ്കാരി തഴച്ചു വളർന്നത് അന്നത്തെ ഇടതുപക്ഷ സർക്കാരിൻ്റെ തണലിൽ തന്നെയായിരുന്നു എന്നുള്ള യാഥാർത്ഥ്യം കേരളത്തിലെ പൊതുസമൂഹം തിരിച്ചറിഞ്ഞു. പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പിൽ വെറും 40 സീറ്റുകളിലേക്ക് ഇടതുപക്ഷം ഒതുങ്ങി. മണിച്ചൻ്റെ മാസപ്പടി പട്ടികയിൽ 60,000 രൂപ വാങ്ങിയ കടകംപള്ളിയുടെ പേരുമുണ്ടായിരുന്നു. അന്നേ അകത്തു പോകേണ്ട ആളായിരുന്നു കടകംപള്ളി. പക്ഷേ രാഷ്ട്രീയക്കാരൻ ചെയ്യുന്ന കുറ്റങ്ങളെല്ലാം വെറും ആരോപണങ്ങൾ മാത്രമല്ലേ? കടകംപള്ളിയെ പാർട്ടി വിട്ടുകൊടുത്തില്ല, സംരക്ഷിച്ചു പിടിച്ചു. മണിച്ചൻ്റെ പറ്റുബുക്കിലുണ്ടായിരുന്നത് അയാളുടെ കള്ളച്ചാരായം നാടുനീളെ ഒഴുക്കാൻ സംരക്ഷണം നൽകുകയും അതിൻ്റെ കൂലിയായി ലക്ഷങ്ങൾ കൈപ്പറ്റുകയും ചെയ്തിരുന്നവരുടെ പേരുകളാണ്. ആ പറ്റുബുക്കിലെ ഒരു പ്രമുഖനായിരുന്നു കടകംപള്ളിയും. കടകംപള്ളിയുടേത് മാത്രമല്ല, ആനത്തലവട്ടം ആനന്ദൻ്റെ പേരുമുണ്ടായിരുന്നു അന്ന് ആ മാസപ്പടി പട്ടികയിൽ. അന്ന് ഭരിച്ചിരുന്നത് നായനാരുടെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ സർക്കാരായിരുന്നതുകൊണ്ട് ഇവരെല്ലാം രക്ഷപ്പെട്ടു. അന്നത്തെ കാലത്ത് മണിച്ചൻ്റെ ഗോഡ് ഫാദർ എന്നുപോലും കടകംപള്ളിക്ക് വിളിപ്പേരുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അവിടെ നിന്നും കടകംപള്ളി വളർന്നു, MLA-യും മന്ത്രിയുമൊക്കെയായി. കടകംപള്ളിയെ വ്യക്തമായി അറിയാവുന്നവർക്ക് ഇപ്പോഴത്തെ വിവാദത്തിൽ അത്ഭുതമൊന്നുമില്ല. അക്കാലത്ത് പരസ്യമായി മണിച്ചൻ്റെ കവർച്ചാരായം നാടെങ്ങും ഒഴുകി. തലസ്ഥാന നഗരത്തിൽ നിന്നും കഷ്ടിച്ച് 50 കിലോമീറ്റർ മാത്രം ദൂരമുള്ള ചിറയിൻകീഴാണ് ഇതെല്ലാം നടക്കുന്നത് എന്നോർക്കണം. സർക്കാരിൻ്റെയും ഭരണപക്ഷ പാർട്ടിയുടെയും തണലിൽ മണിച്ചൻ തഴച്ചു വളർന്നു. മണിച്ചന് തണലൊരുക്കാൻ അന്ന് മുൻപന്തിയിൽ നിന്നത് കടകംപള്ളിയായിരുന്നു എന്നും ആരോപണം ഉയർന്നിരുന്നു. കമ്മ്യൂണിസ്റ്റ് സർക്കാരിൻ്റെ സംരക്ഷണത്തിൽ മണിച്ചന് തഴച്ചു വളരാനായി ചുക്കാൻ പിടിച്ചത് കടകംപള്ളിയായിരുന്നു എന്ന കാര്യത്തിൽ സഖാക്കൾക്ക് പോലും സംശയമുണ്ടായിരുന്നില്ല. ചിറയിൻകീഴ് അടക്കി വാണു മണിച്ചൻ്റെ ഗുണ്ടകൾ. കള്ളച്ചാരായം നിറച്ച കവറുകളുമായി മണിച്ചൻ്റെ ജീപ്പുകൾ പാർട്ടി നേതാക്കളുടെ സംരക്ഷണത്തിൽ തലങ്ങും വിലങ്ങും ഓടി. ഒരൊറ്റ മനുഷ്യരും ചോദ്യം ചെയ്യാനുള്ള ധൈര്യമുണ്ടായില്ല. കാരണം മണിച്ചൻ്റെ പിന്നിൽ സഖാക്കളുണ്ടെന്ന് ആളുകൾക്കറിയാമായിരുന്നു. അന്നത്തെ ഒരു MLA മണിച്ചനെ കണ്ട് പൊതുവേദിയിൽ വെച്ച് ബഹുമാനിച്ചെന്ന് അന്നൊരു ആരോപണമുണ്ടായിരുന്നു. എക്സൈസുകാർക്കും പോലീസുകാർക്കും സർക്കാർ കൊടുക്കുന്നതിൻ്റെ ഇരട്ടി ശമ്പളം മണിച്ചൻ കൊടുക്കുമായിരുന്നു അത്രേ. ഇതെല്ലാം കടകംപള്ളിയുടെ പിൻബലത്തിലാണ് എന്നായിരുന്നു അന്നത്തെ ആരോപണം. തലസ്ഥാനത്ത് ബിനാമി പേരിൽ കടകംപള്ളി സ്വത്തുക്കൾ വാങ്ങിക്കൂട്ടിയിട്ടുണ്ടെന്ന് സഖാക്കൾ തന്നെ പറഞ്ഞു നടക്കുന്നുണ്ട്. ഇതിനെല്ലാം പുറമെയാണ് കടകംപള്ളിക്കെതിരെ സ്ത്രീ വിഷയത്തിൽ ഉയർന്ന ആരോപണങ്ങൾ. ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് മന്ത്രിയായിരുന്ന കടകംപള്ളി കുപ്രസിദ്ധ ഹണി ട്രാപ്പുകാരിയെ മഴക്കോട്ട് വാങ്ങിക്കൊടുക്കാമെന്ന് പറഞ്ഞ് ക്ഷണിക്കുന്ന ഓഡിയോ ക്ലിപ്പ് പുറത്തു വന്നിരുന്നു. ആ നാണക്കേടിൽ നിന്ന് തലയൂരി കഴിഞ്ഞതും സ്വർണ്ണക്കടത്ത് കേസിൽ ബലിയാടാക്കപ്പെട്ട സ്വപ്ന സുരേഷിൻ്റെ വെളിപ്പെടുത്തൽ വന്നു. വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവനാണ് കടകംപള്ളി സുരേന്ദ്രൻ എന്നാണ് അന്ന് സ്വപ്ന പറഞ്ഞത്. ആ ഒരു വാചകത്തിൽ കടകംപള്ളി സുരേന്ദ്രൻ്റെ സ്വഭാവ സവിശേഷതകളെല്ലാം ഉണ്ടായിരുന്നു. എന്തായാലും കഠിന വ്രതമെടുത്ത് മല ചവിട്ടുന്ന അയ്യപ്പന്മാരെയും അവരുടെ വിശ്വാസത്തെയും ചതിച്ച് അയ്യപ്പൻ്റെ സ്വർണം കൊള്ളയടിക്കാൻ കൂട്ടുനിന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പിച്ചോളൂ, പിണറായി വിജയൻ്റെയോ പാർട്ടിയിലെ അടിമക്കമ്മികളുടെയോ സംരക്ഷണം പോരാതെ വരും കടകംപള്ളിക്ക്. അതുകൊണ്ട് തന്നെ അടുത്തുണ്ടാകാൻ പോകുന്ന അറസ്റ്റുകളിലൊന്ന് കടകംപള്ളിയുടേതായിരിക്കുകയും ചെയ്യും.